ജസ്ന കേസ് ക്ലോസ് ചെയ്യാനായിട്ട് CBI UN റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി. ജനുവരി തന്നെയാണ് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് CBI ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരത്ത് അവരുടെ റിപ്പോർട്ട് ഹാജരാക്കിയത്. ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാം, ഞങ്ങൾ ഇത് ഇടയ്ക്ക് അന്വേഷിക്കാം, പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ അന്വേഷിക്കാം എന്നാണ് അവർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ കൊടുത്ത റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഭാഗം. എന്നാൽ ഇതിനെതിരായിട്ട് ജസ്നയുടെ പിതാവ് ജെയിംസ് കോടതിയിൽ ഹർജി നൽകി. അതിനൊരു കൗണ്ടർ ഫയൽ ചെയ്തു. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ചില പുതിയ വിവരങ്ങളുണ്ട്, അതുകൊണ്ട് 6 മാസം കൂടെ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾ CBIയോട് സഹകരിക്കാം, ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ CBI SP പാസ് ഓൺ ചെയ്യാം. ഈ കൗണ്ടർ അഫിഡവിറ്റിന് ചില കാര്യങ്ങൾ ജെയിംസ് ജസ്നയുടെ പിതാവ് പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്നയുടെ പിതാവിനെ 2020, 21, 22 വരെ CBI ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ പുതിയ വിവരങ്ങൾ 2021 നവംബറിലും ഡിസംബറിലും 2024 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഞങ്ങൾ ശേഖരിച്ചതാണ്. അതിനകത്ത് ഞങ്ങളോട് 1-2 പേര് ആ അന്വേഷണത്തിലെ ആ എൻക്വയറിയിൽ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ആ വിവരങ്ങൾ ഞങ്ങൾ CBIക്ക് പാസ് ഓൺ ചെയ്യാം, അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാം. അതുകൊണ്ട് 6 മാസം കൂടെ അന്വേഷണം നീട്ടണം എന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസിൻ്റെ അഭ്യർത്ഥന കോടതിയോട്. CBI കോടതിയിലെ അല്ലെങ്കിൽ CBI കോടതി എന്ന് പറയുന്നത് ഇത് കമ്മിറ്റൽ കോടതിയാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരമാണ്. ഈ സോണിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിലെ കമ്മിറ്റൽ കോടതിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരം. അവിടെ ഇപ്പം പ്രത്യേകമായി ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. 2 ഒബ്ജക്ഷൻ ജെയിംസ് ഫയൽ ചെയ്തു. ഇന്ന് കൊടുത്തതിനകത്ത് ചില കാര്യം കൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ജസ്നെ 22/3/2018 കാണാതെ പോയത്. അന്നൊരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്ന മിസ്സാകുന്നതിൻ്റെ തലേദിവസം ജസ്നയുടെ ആൻറ്റിയെ വിളിച്ചിട്ട് ഞാൻ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നിട്ടില്ല. അവരെ വിളിച്ച് പറഞ്ഞത് ബുധനാഴ്ച വൈകിട്ടാണ്, വ്യാഴാഴ്ച അവിടെ ചെല്ലും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനു മുമ്പ് പല പ്രാവശ്യം സിസിലി എന്ന ആൻറ്റിയുടെ വീട്ടിൽ, പുലിക്കുന്നിൽ അടുത്ത് താമസിക്കുന്ന അവരുടെ വീട്ടിൽ ചെല്ലുന്നതെല്ലാം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. വ്യാഴാഴ്ച എവിടെയോ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ജസ്ന. അതുകൊണ്ടാണ് വ്യാഴാഴ്ചയുടെ പ്രത്യേകത പറയുന്നത്. വ്യാഴാഴ്ച തന്നെയാണ് ജസ്നയെ കാണാതെ പോയത്. അതിനു മുമ്പ് ആൻറ്റിയുടെ വീട്ടിൽ പോയതും വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് വ്യാഴാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് CBI അന്വേഷിച്ചിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡോക്യുമെൻ്റ്, ഒരു ക്ലോത്ത്, രക്തം പറ്റിയ തുണി മിസ്സിംഗ് ആണ്. അത് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ചന്ദ്രശേഖരൻ DYSP സാലു എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ച് അവരുടെ വീട്ടിൽ നിന്ന് ജസ്ന മിസ്സായ ദിവസം, ജസ്നയ്ക്ക് മെൻസസ് പീരീഡാണ്, ആ സമയം വളരെയധികം രക്തം പോയിരിക്കുന്നു. ആ പോയ രക്തം ഒരു തുണിയിൽ ഒപ്പി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് പോലീസ് കൊണ്ടുപോയി. അത് CBI ഇപ്പം കണ്ടിട്ടില്ല. അതാണ് കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദഗതി. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലാണ് ജസ്നയുടെ പിതാവിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത്. അദ്ദേഹത്തിൻ്റെ വാദഗതി, ബ്ലഡ് പറ്റിയ തുണി വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് DYSP പറഞ്ഞിട്ടാണ്. അവിടുത്തെ സാലു എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് കൊണ്ടുപോയത്.
അത് CBIക്ക് ലഭിച്ചിട്ടില്ല. ആ രക്തം പറ്റിയ ആ തുണി അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഫോറൻസിക്കിൽ. അതിനുള്ളിൽ ആ ബ്ലഡ് പരിശോധന പോകേണ്ടത് അതൊരു മെൻസ്ട്രൽ ബ്ലഡ് ആണോ, അതൊരു നാച്ചുറൽ ബ്ലഡ് ആണോ, അതോടൊപ്പം തന്നെ ജസ്റ്റേഷണൽ ബ്ലഡ് ആണോ. 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു അബോർഷനോ, ക്രിമിനൽ അബോർഷനോ, അല്ലെങ്കിൽ വജൈനൽ ഏരിയയിൽ എന്തെങ്കിലും മുറിപ്പെടുത്തുകയോ എല്ലാം ചെയ്താൽ ഉണ്ടാകുന്ന നോർമൽ ബ്ലഡ് ആണോ, അതോ അതൊരു മെൻസ്ട്രൽ ബ്ലഡ് ആണോ, അതോ ഇതൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ബ്ലഡ് ആണോ. അത് പോലീസ് പരിശോധിച്ചില്ല, CBIയും പരിശോധിച്ചില്ല. അതാണ് ഒരു തർക്കം മേജറായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ജസ്നയുടെ അമ്മ മരിച്ച് 3-4 മാസം കഴിഞ്ഞപ്പോൾ ജസ്നയ്ക്ക് പ്രൈവറ്റ് ഏരിയയിലെ ചില ലോവർ അബ്ഡോമിനൽ വേദനയും പ്രൈവറ്റ് ഏരിയ അല്പസ്വല്പം ബ്ലീഡിങ്ങും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. 26ാമത്തെ മൈലിൽ അവരുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർ ലിസമ്മ എന്ന് പറയുന്ന വളരെ സീനിയറായ 10-70 വയസ്സുള്ള ഒരു ഡോക്ടറാണ് പരിശോധിച്ചത്. ലോവർ അബ്ഡോമിനൽ പെയിന്, വജൈനൽ ഏരിയയിൽ അല്പസ്വല്പം ബ്ലീഡിങ്. ഏതായാലും അവർ പരിശോധനയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിതാവാണ് അവിടെ കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം 4-5 മാസം കഴിഞ്ഞാണ് ജസ്ന മിസ്സാകുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നാണ് ജസ്നയുടെ സിസ്റ്റർ ജസ്ന മോള് പറഞ്ഞത്. സാധാരണ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അല്ലെ സ്ത്രീകൾക്കുണ്ടാകുന്ന മെൻസ്ട്രൽ ആ ബ്ലഡിൻ്റെ വോളിയത്തിൻ്റെ ഇരട്ടിയാണ് പോയെന്നാണ്. അത് കഴുകി വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ശരി, ആ ബ്ലഡ് സ്റ്റെയിൻ ഉള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് പല ടെസ്റ്റുകളും പോലീസിന് ഫോറൻസിക് ലാബറട്ടറി ചെയ്യിക്കാൻ പറ്റും. അത് CBI കണ്ടില്ല എന്നാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകെ. ആ CBI എന്നാണ് ഹോസ്പിറ്റലിൽ പോയ ഡേറ്റ്, അതിനുശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്ന് പറയുന്ന ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത് ക്രൈംബ്രാഞ്ച് DYSP അവിടുന്ന് എടുത്തുകൊണ്ട് പോയത്. ഇത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്, പ്രസക്തമായ ഒരു ഏരിയയാണ്. ഇത് പോലീസ് CBI അന്വേഷിക്കേണ്ട ഏരിയയാണ്. ആ കുട്ടിക്ക് എവിടെയോ ഒരു തെറ്റു പറ്റിയോ അല്ലെങ്കിൽ ആരെയും കുട്ടിയെ ചതിച്ചോ, ഇതാണ് അന്വേഷിക്കേണ്ടത്. പല പല തിയറികളും വന്നു. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, അതോടൊപ്പം തന്നെ CBI, അവരെല്ലാം പോയ റൂട്ട് മാറിപ്പോയി. എവിടെയോ ഒരു തകരാറ്, ഈ ആസ്പെക്റ്റ് നോക്കിയിട്ടില്ല. അത് വ്യാഴാഴ്ചയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്നാണ് ജെയിംസിൻ്റെ കണ്ടെത്തൽ. ആ വിവരം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതിന് കൗണ്ടർ CBI അടുത്ത ദിവസം 19-ാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും CBIയിലേക്ക് നമ്മൾ വെളിപ്പെടുത്താം. ഇല്ലെങ്കിൽ സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കാം. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതിലേക്ക് ക്രൈംബ്രാഞ്ച് വന്നില്ല, CBI വന്നില്ല. CBI വരണം, ഞങ്ങൾ CBIയോട് സഹകരിക്കാം. 6 മാസം കൂടെ കേസിൻ്റെ അന്വേഷണം നീട്ടണം, അന്വേഷണം